ട്രാൻസാക്ഷൻ ഹിസ്റ്ററികൾ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്നും സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഏതാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അതിനു വേണ്ടി ഫോൺ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ പേയുടെ ഐക്കൺ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ പേ ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും. അവിടെ നേരെ താഴോട്ട് വരിക. അവിടെ സീ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. അവിടെ സീ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ഫുൾ ഹിസ്റ്ററി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതോടെ സെർച്ച് ബാറിൻ്റെ മുകളിൽ 3 ഡോട്ട്സ് കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനെ ഒരു പോപ്പപ്പ് വന്നതായി കാണാൻ സാധിക്കും. അവിടെ കുറേ ഓപ്ഷനുകളും കാണാൻ സാധിക്കും. ഗെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളിടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതോടെ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് 3 മന്ത്, 6 മന്ത് അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ 6 മന്തിലേക്ക് ആക്കിയ ശേഷം ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ഡൗൺലോഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡൗൺലോഡ് ആയ ശേഷം ഷെയർ ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഷെയർ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഷെയറിൽ ക്ലിക്ക് ചെയ്തതോടുകൂടി നമുക്ക് ഇമെയിൽ അയക്കണമെങ്കിലോ വാട്സപ്പിൽ അയക്കണമെങ്കിലോ ഉള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് PDF ഫയലുകളായി ഇനി നമുക്ക് എങ്ങോട്ട് വേണേലും അയച്ചു കൊടുക്കുവാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ഗുഡ് ബൈ.